ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിവിടെ ഒരു മുട്ടക്കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറച്ച് സവാളയൊക്കെ നല്ലപോലെ വാട്ടി അത് നല്ലപോലെ അരച്ചെടുത്ത് നല്ല കുറുകുറാന്നുള്ളൊരു മുട്ടക്കറിയാണ്. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം. മുട്ടക്കറിക്ക് വേണ്ടി നമ്മളൊരു 4 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ച് എടുക്കാം. സവാള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും ചേർത്ത് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് സവാള. നമുക്കിനിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം. വെള്ളം കുറച്ച് ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട, കുറച്ചൊന്ന് അരഞ്ഞാൽ മതിയാവും. നമുക്ക് പാനിലോട്ട് കടുക് താളിച്ചതിന് ശേഷം കറിവേപ്പിലയും മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. നല്ലപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം. നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനത്തെ തേങ്ങാപ്പാൽ ആദ്യം ചേർക്കാം. 2-3 പാൽ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ അരച്ച കുറച്ച് വെള്ളവും ചേർത്ത് അതും ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം. വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് അവസാനത്തെ പാൽ രണ്ടും കൂടെ ഉള്ളത് ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ചേർക്കണം. ഒന്ന് തിളച്ച് വറ്റണം. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇത് അപ്പത്തിനും നല്ലതാണ്. ഇടിയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒരു മുട്ടക്കറിയാണ്. അപ്പം നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ടയും കൂടെ ചേർക്കാം. മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പിടിക്കാം. കുറച്ച് നേരം കൂടെ ഇളക്കണം. ഇങ്ങനെ തേങ്ങാപ്പാൽ അധികം ചേർക്കണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇടിയപ്പത്തിനുമൊക്കെ മുട്ടയ്ക്ക് ഗ്രേവി നല്ലതിൽ വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ തേങ്ങാപ്പാൽ ചേർത്താൽ അതൊരു ടേസ്റ്റായിരിക്കും. നല്ലപോലെ എല്ലാ മുട്ടയിലെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവസാനത്തെ തേങ്ങാപ്പാലും ചേർക്കാം. നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ആദ്യത്തെ പാലും കൂടെ ചേർക്കാം. നല്ല കട്ടി തിക്കായിട്ടുള്ള പാലാണ്. ഇടിയപ്പത്തിനൊക്കെ ഇത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പത്തിനും നല്ലതാണ്. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്കിനി അവസാനത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.